ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ മാർച്ച് 30 രാവിലെ എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേരുന്നു. അതോടൊപ്പം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനവും അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് പുറപ്പാട് പുസ്തകം 35 അധ്യായമാണ്. ഈ അധ്യായത്തിൽ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗമാണ് നല്ല മനസ്സ് എന്നുള്ളത്. നല്ല മനസ്സ് ദൈവാലയത്തിൻ്റെ വേലയ്ക്കായിട്ട് കൊടുക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഈ നല്ല മനസ്സ് എന്ന വാക്ക് ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ദൈവത്തിനൊരു സമാഗമന കൂടാരം പണിയണം, ദൈവജനത്തിന് വന്ന് ആരാധിക്കുവാനായിട്ട്. അതിന് ധാരാളം വെള്ളിയും സ്വർണവും അതുപോലെ തന്നെ വിവിധ നിറത്തിലുള്ളതായിരിക്കുന്ന നൂലുകൾ, ആട്ടുരോമം, അതുപോലെ വിവിധ ഖദിരമരങ്ങൾ, സ്വർണവും വെള്ളിയും ധാരാളം, ഇതെല്ലാം ആവശ്യമാണ്. ഇതെല്ലാം കൊടുക്കേണ്ടത് ദൈവമക്കളാണ്. കൊടുക്കാനുള്ളതായിരിക്കുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നല്ല മനസ്സിൽ നിന്നാണ്. നല്ല മനസ്സുള്ളവർ കൊണ്ട് കൊടുക്കണമെന്നാണ്. നല്ല മനസ്സുള്ളവർ. നമുക്കറിയാം, ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ നിന്ന് പോകുന്നപ്പോൾ അവരുടെ സ്വത്തുക്കളെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. അവരെ കൈവശം വെച്ചതായിരിക്കുന്ന നിലങ്ങളും അവർ പണിതതായിരിക്കുന്ന വീടുകളുമെല്ലാം അവരെ പോകുന്നപ്പോൾ അയൽക്കാരോടെ സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും വാങ്ങിയാണ് പോകുന്നത്. പിന്നെ അവർ പോകുന്നത് ഇന്നത്തെ പോലെ ലോറിയിൽ സാധനങ്ങൾ കയറ്റി ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്കൊന്നും അല്ല അവർ പോകുന്നത്. ചിലരുടെ പക്കൽ കഴുതകൾ ഉണ്ടായിരുന്നിരിക്കാം, പലർക്കും കഴുതകൾ ഉണ്ടായിരുന്നിരിക്കില്ല. അപ്പോൾ തലച്ചുമടായിട്ട് കുടുംബാംഗങ്ങൾക്ക് എടുക്കാവുന്നതായിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർ തുണിയിൽ കെട്ടിയോ ചാക്കിൽ കെട്ടിയോ ഒക്കെയാണ് അവിടുന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുമായിട്ടല്ല അവർ പോരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ദൈവാലയത്തിൻ്റെ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി ദൈവം നിർദ്ദേശിച്ചതായിരിക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് വളരെ വിലയേറിയ സാധനങ്ങളാണ്. അതുള്ളവർ കൊണ്ട് കൊടുക്കണമെന്നാണ്. നല്ല മനസ്സുള്ളവർ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം. അപ്പോൾ ഞാനതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ ഇസ്രായേലിൽ നിന്നും പോന്നപ്പോൾ അവർക്ക് അത്യാവശ്യം തോന്നിയതായിരിക്കുന്ന ചില സാധനങ്ങൾ മാത്രമാണ് അവർ കൊണ്ടുവന്നത്. എല്ലാം എടുത്തുകൊണ്ട് പോരാനൊന്നും അവർക്ക് ഒക്കുകയില്ലല്ലോ. ദീർഘമായിരിക്കുന്ന യാത്രയാണ്, കാൽനടയായിട്ടാണ് പോരുന്നത്. കുഞ്ഞുങ്ങളുണ്ട്, അവരെല്ലാം എടുക്കണം. ആടുമാടുകളുണ്ട്, അവയെ നയിക്കണം. അപ്പോൾ അവരുടെ തലയിലെടുക്കാവുന്നതായിരിക്കുന്ന ഒരു ചുമട്, ഭർത്താവിൻ്റെ തലയിൽ ഒരു ചുമട്, ഭാര്യയുടെ തലയിൽ, പ്രായമുള്ള മക്കളുടെ തലയിലൊക്കെ ഒരു ചുമട്, എന്തുമാത്രം സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് വെക്കും. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതായിരിക്കുന്ന സാധനങ്ങളിൽ നിന്നാണ് നല്ല മനസ്സോടെ ദൈവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ വാസ്തവത്തിൽ നല്ല മനസ്സുള്ളവർ മാത്രമേ കൊടുക്കൂ. അല്ലാത്തവർ പറയും, അയ്യോ ഇല്ലല്ലോ, കർത്താവ് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എവിടുന്നാണ് തരുന്നത്? ആകെ കൂടെ ഉള്ളത് കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇതെങ്ങനെ തന്നപ്പോൾ ഞങ്ങളെങ്ങനെയാണ്, ഞങ്ങളിനിയും കനാലിൽ ചെന്നാൽ ഞങ്ങൾ ജീവിക്കണ്ടേ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കൊടുക്കുവാൻ മനസ്സില്ലാത്തവർക്ക് ചോദിക്കാനുണ്ട്. പക്ഷേ കൊടുക്കുവാൻ മനസ്സുള്ളവരെന്ത് പറയും? ഞങ്ങളെ കനാലിൽ നിന്ന്, ഞങ്ങളെ മിസ്രൈമിൽ നിന്നും അടിമത്തത്തിൽ നിന്നും വിടുവിച്ച ദൈവമേ, ഞങ്ങൾക്കുള്ളതെല്ലാം നിൻ്റേതാണ്, ഞങ്ങളും നിൻ്റേതാണ്, ഞങ്ങൾക്കുള്ളതും നിൻ്റേതാണ്, അതുകൊണ്ട് എന്താണോ അവിടത്തേക്ക് വേണ്ടത് അത് ഞങ്ങൾ തരാം എന്ന ഒരു സന്തോഷത്തോട് പറയും. അതുകൊണ്ട് പറഞ്ഞു, നല്ല മനസ്സുള്ളവർ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ നൽകേണ്ട സാധനങ്ങളൊരു ലിസ്റ്റ് തന്നെ ദൈവം കൊടുത്തു. പൊന്ന്, വെള്ളി, ആട്ടുരോമം, പരിമളവും, തൈലങ്ങൾ, അതുപോലെ വിലയേറിയ കല്ലുകൾ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, വളരെ വിലയേറിയ സാധനങ്ങൾ മാത്രമാണ് ഈ ആലയത്തിന് പണിക്ക് വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് ദൈവം അവരോട് ആവശ്യപ്പെട്ടത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവർ വിലമതിച്ച സാധനങ്ങൾ തന്നെയാണ് ദൈവം തരണമെന്ന് അവരോട് ആവശ്യപ്പെട്ടത്. ഈ മരുഭൂമിയിൽ വരുമ്പോൾ അവർക്ക് വിലയേറിയതായിട്ട് അവരെ മിസ്രൈമിൽ നിന്നും പോന്നപ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന കുറേ സാധനങ്ങളുണ്ട്, ഒത്തിരി സാധനങ്ങളൊന്നുമില്ല. ദൈവം അവരോട് പറഞ്ഞ ഈ വിലയേറിയ സാധനങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിന് പണിക്ക് വേണ്ടി കൊടുക്കണമെന്നാണ്. നല്ല മനസ്സുള്ളവർ കൊടുക്കട്ടെന്നാണ്. നല്ല മനസ്സുള്ളവർ കൊടുക്കട്ടെന്നാണ്, നിർബന്ധത്താലല്ല. പുതിയ നിയമത്തിലും എടുത്തു പറഞ്ഞിട്ടുള്ളൊരു പ്രമാണമാണ് മനസ്സോടെ കൊടുക്കണം, നിർബന്ധത്താലരുത്. ആളുകളെ നിർബന്ധിച്ച്, ആളുകളെ വശീകരിച്ച്, ആളുകളെ അങ്ങനെ തെറ്റായി സ്വാധീനിച്ച് അവരെ ഭയപ്പെടുത്തിയൊക്കെ വാങ്ങുന്നതൊന്നും ദൈവത്തിൻ്റെ വഴിയല്ല. ദൈവത്തിന് കൊടുക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കണം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നുവെന്നാണ്. ഔദാര്യത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നുവെന്നാണ്. നല്ല മനസ്സോടെ കൊടുക്കുന്നവരെ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ദൈവം അവരുടെ ഹൃദയത്തെയാണ് നോക്കിയത്. കൊടുക്കുന്നതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമാണ്. ആ ഹൃദയമില്ലാതെ ആർക്കും ദൈവത്തിന് കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല. ഈ അധ്യായത്തിൽ അവർ കൊടുത്തു, ധാരാളമായിട്ട് കൊടുത്തു എന്ന് മാത്രമല്ല, ഒരു സമയത്ത് ഇനി മതി എന്ന് പറയത്തക്കവണ്ണം അവർ കൊടുത്തു. അതുപോലെ അവർ കൊടുത്തു. സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ദർപ്പണങ്ങൾ അതൊക്കെ കൊണ്ട് കൊടുത്തു.
കാല് കഴുകാനുള്ളതായിരിക്കുന്ന വെള്ളം ശേഖരിക്കുന്ന വലിയ ഒരു പിത്തളത്തൊട്ടിയുണ്ട്. അതിൻ്റെ അകം മുഴുവനും ഈ ദർപ്പണമാണ്. ദർപ്പണം കൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് ദർപ്പണം ഇന്നത്തെ പോലുള്ള കണ്ണാടിയല്ല, മിനുക്കിയതായിരിക്കുന്ന താമ്രമാണ്. വളരെ മിനുക്കി മുഖം കാണാവുന്ന താമ്രം. അങ്ങനെയുള്ള താമ്രം കൊണ്ടൊക്കെയാണ് അതൊക്കെ പണിതത്. അതൊക്കെ ആളുകൾ കൊടുത്തപ്പോൾ വിചാരിച്ചുള്ളൂ നമ്മുടെ വീട്ടിൽ ആകെ ഒരു കണ്ണാടിയുണ്ട് മുഖം നോക്കാനായിട്ട്. ആ കണ്ണാടി നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ വാസ്തവത്തിൽ നമ്മളത് വളരെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അത് കൊടുക്കാനായിട്ട് സാധിക്കൂ, അല്ലാത്തവർക്ക് സാധിക്കുകയില്ല. നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ ദൈവത്തിന് വേണ്ടി അങ്ങനെ കൊടുക്കുവാനായിട്ട് സാധിക്കൂ. സ്വർഗീയമായതിനെ നാം കാക്ഷിക്കുമ്പോൾ മാത്രമേ ഭൗതികമായത് നമുക്ക് വിട്ടുകളയാനായിട്ട് കഴിയൂ. സ്വർഗീയമായതിനെ കാക്ഷിക്കാതെ ഭൗതികമായതിനെ സ്നേഹിക്കുന്നവർക്ക് എങ്ങനെയാണ് ഭൗതികമായത് വിട്ടുകളയുവാനായിട്ട് കഴിയുന്നത്? കയ്യിലുള്ളത് ഒരു വിധത്തിന് കൊടുക്കാൻ ഒക്കുകയില്ല. കയ്യിലുള്ളതിനേക്കാൾ വളരെ മെച്ചമായി ദൈവം തരുമെന്നുള്ള വിശ്വാസമുള്ളവർക്ക്, ദൈവത്തിൽ ആശ്രയമുള്ളവർക്ക്, ആ പ്രത്യാശയുള്ളവർക്ക് അത് കൊടുക്കുവാനായിട്ട് പ്രയാസമില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം സ്വർഗീയമായതിനെ കാക്ഷിക്കുന്നവരാണ്. ഈ ഭൂമി നമുക്ക് ശാശ്വതമല്ല. ഇവിടെ നമ്മൾ പരദേശികളാണ്. ഇവിടെ നമുക്ക് തിന്നാനും ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുക എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് നമുക്ക് ധാരാളം കഴിയും. അതിനുള്ളതായിരിക്കുന്ന മനസ്സ് നമുക്ക് വേണം. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നല്ല മനസ്സ് അത് ഔദാര്യമുള്ള മനസ്സാണ്. നല്ല മനസ്സ് അത് ദൈവത്തെ സ്നേഹിക്കുന്ന മനസ്സാണ്. നല്ല മനസ്സ് കൊടുക്കാനുള്ള മനസ്സാണ്. കൊടുക്കുവാനുള്ള മനസ്സിനാണ് നല്ല മനസ്സെന്ന് പറയുന്നത്. ഇവിടെ അവർ കൊടുക്കണമെന്നാണ്. ഗുണത്തിലും അളവിലും ഒരുപോലെ ഔദാര്യം അവർ കാണിക്കണം. അതാണ് നല്ല മനസ്സിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്. പിശുക്കായിട്ടല്ല, ധാരാളമായിട്ട്. ദൈവം തരുന്നതും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ അമർത്തി കുലുക്കി ധാരാളമായിട്ട് നമുക്ക് നൽകുന്ന ദൈവമാണ്. ധാരാളവും സകലവും ധാരാളമായി അനുഭവിക്കുവാൻ തരുന്ന ദൈവം എന്നാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് കൊടുക്കുന്ന ആളുകളായിട്ട് തീരാം. നമ്മുടെ ഔദാര്യ മനസ്സുള്ളവരായിട്ട് നമുക്ക് തീരാം. ദൈവത്തിന് കൊടുക്കുന്നത് വഴി നമ്മുടെ സ്നേഹം നമുക്ക് ദൈവത്തോട് പ്രകടിപ്പിക്കാം. നല്ല മനസ്സോടെ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നവരാണ്. നാം അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ ദൈവം നമുക്ക് ഇങ്ങോട്ട് തരും. അത്രയൊന്നും അല്ല തരുന്നത്, അതിലൊക്കെ വളരെയധികം കൂടുതൽ തരും. പക്ഷേ നാം ആണ് പലപ്പോഴും നമ്മെ തന്നെ പരാജയപ്പെടുത്തുന്നത്. കാരണം നല്ല മനസ്സില്ലാതെ നിർബന്ധത്തിന് വഴങ്ങി എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അതൊരു അനുഗ്രഹമായിട്ട് തീരുകയില്ല. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ കൊടുക്കാനായിട്ട് ദൈവം വെച്ച പ്രമാണം നല്ല മനസ്സെന്നുള്ളതാണ്. ആ പ്രമാണമാണ് പുതിയ നിയമത്തിൽ ജീവിക്കുന്നത് നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് നല്ല മനസ്സുള്ളവരായിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ധാരാളമായിട്ട് കൊടുക്കുക. അപ്പോൾ ദൈവം നമ്മയും ധാരാളമായിട്ട് മാനിക്കും. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.